മുണ്ടക്കൈ ദുരന്തബാധിതരിൽ നിന്ന് മുസ്ലിം ലീഗ് നിർബന്ധിച്ച് 12,000 രൂപ വീതം പിരിക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വീട്ടിൽ ലഭിച്ച ഗുണഭോക്താക്കൾ. ഇത് വ്യാജ വാർത്തയാണ് എന്നും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഗുണഭോക്താക്കൾ മീഡിയ വണിനോട് പറഞ്ഞു. വീട് കൂടൽ ചടങ്ങ് നടത്താൻ വേണ്ടി ഗുണഭോക്താക്കൾ തന്നെ കമ്മിറ്റി രൂപീകരിച്ച് അന്നത്തെ ഭക്ഷണം അടക്കമുള്ള ചെലവിലേക്ക് തങ്ങൾ തന്നെ പണം പിരിച്ചതാണ് എന്നും ഗുണഭോക്താക്കൾ വിശദീകരിക്കുന്നു. മുണ്ടക്കൈക്കാർക്ക് വേണ്ടി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളിൽ ഈ മാസം അവസാനത്തോടുകൂടി ആളുകൾ താമസം തുടങ്ങുകയാണ്. അതിനിടെയാണ് പുതിയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗ് നിർബന്ധിച്ച് ഈ ഒരു പരിപാടിക്ക് പണം പിരിക്കുന്നു എന്നുള്ളതായിരുന്നു ചില സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിൽ മുസ്ലിം ലീഗ് 12,000 രൂപ നിർബന്ധിച്ച് പണപ്പിരിവ് നടത്തുന്നു എന്നുള്ളതാണ് പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ 20-ാം തീയതി ഞങ്ങൾ 51 കുടുംബം, ഇപ്പോൾ വീട് കിട്ടിയ കുടിയിലിരിക്കുന്ന 51 കുടുംബം ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളൊരു പൊതുപരിപാടിയായിട്ട് ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ അയൽവാസികളെയും അതുപോലെ ഞങ്ങൾക്ക് ഈ വീട് തന്ന ഞങ്ങളെ പാർട്ടി നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളവർക്ക് ചെറിയൊരു ട്രീറ്റ്, ഒരു സൽക്കാരം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഞങ്ങൾ ഈ 51 കുടുംബം ഞങ്ങളൊരു കമ്മിറ്റി കൂടി, ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു കമ്മിറ്റി കൂടി ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്യുന്ന, ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റായിട്ട് സംസാരിച്ചു. അപ്പോൾ പരമാവധി റേറ്റ് കുറഞ്ഞൊരു ടീമുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ റേറ്റ് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് വീണ്ടും ഒരു കമ്മിറ്റി കൂടി. അപ്പോൾ ഒരു കുടുംബം 51 കുടുംബം, ഒരു കുടുംബം ഒരു 12,000 രൂപ വെച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നടത്തുന്ന പരിപാടി നല്ല രീതിയിൽ, നല്ല വിപുലമായിട്ട് നല്ല രീതിയിൽ നടത്താൻ തീരുമാനിച്ചു. അല്ലാതെ പാർട്ടിയുടെ ആളുകളെ നേതാക്കന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത പരിപാടി അല്ലത്. ഞങ്ങൾ ഈ 51 കുടുംബങ്ങളും ഇരുന്ന് കമ്മിറ്റി കൂടി തീരുമാനിച്ച കാര്യങ്ങളാണ്. ഈ ടൗൺഷിപ്പിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, അതുപോലെ മതസ്ഥരുണ്ട്, എല്ലാ മതസ്ഥരും ഉണ്ട്. അത് ഞങ്ങൾ ചോദിച്ചാൽ ഒരു പാർട്ടിക്ക് മാത്രം, അല്ലെങ്കിൽ പാർട്ടി മുസ്ലിം ലീഗ് പ്രസ്ഥാനം വീട് തന്നു ചോദിച്ചിട്ട് അവരെ നിർദ്ദേശം ചെയ്യല്ലത്. ഞങ്ങളെ സന്തോഷം അവർ തിരിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ നന്ദി. അതിനാണ് ഇത്രയും സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഒരു പ്രയാസം വരുന്നത്. ഒരുപാട് പ്രയാസങ്ങൾക്ക് ശേഷം ഒരു സന്തോഷമുള്ള ദിവസങ്ങൾ വന്നു ചേരുമായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുന്നത്. നമുക്ക് വിഷമമുണ്ട്, നമ്മളറിയാത്ത കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും 51 കുടുംബം കൂടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അതിലാരോ ഇതെന്താ നമുക്ക് അറിയില്ലല്ലോ, വെറുതെ പത്രത്തിൽ വരുന്നതൊക്കെ വെറുതെയാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വീട് കൂടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടിക്ക് ബന്ധമില്ലാന്ന് പാർട്ടി നേരത്തെ തന്നെ അറിയിച്ചത്. നിങ്ങളും ആ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനി 101 ബാക്കിയുള്ള വീടുകൾ കൂടി പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അവസരത്തിലാണോ, അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിൻ്റെ പുറത്തുണ്ടെന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വല്ല സംഭവിച്ച ജാള്യതയും മറച്ചു വെക്കാനും ആവാം. ഞങ്ങളാണ് ഇവിടെ മീറ്റിംഗ് കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത്. അതിൻ്റെ പിറകിൽ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി ഇല്ല, പഞ്ചായത്ത് കമ്മിറ്റി ഇല്ല, വാർഡ് കമ്മിറ്റി, ആരുമില്ല. എന്തായാലും ഈ വീട് കിട്ടിയ ആളുകളാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് വ്യാജ പ്രചാരണമാണ്. ഇവർ തന്നെ ഒരു കമ്മിറ്റി തീരുമാനിക്കുകയും അതിൽ എടുത്ത തീരുമാനത്തിൻ്റെ പ്രകാരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിൽ മുസ്ലിം ലീഗ് പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെന്ന് ഇവർ തന്നെയാണ് നമ്മോട് ഇപ്പോൾ പ്രതികരിച്ചത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1 വയനാട്.